തൃശൂർ പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചത് മതിലകം കളരിപ്പറമ്പ് സ്വദേശി നളിനി. തിരുവനന്തപുരത്ത് 67 വയസ്സുകാരി വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. നെയ്യാറ്റിൻകര സ്വദേശി പുഷ്പമ്മയാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ്. പോക്സോ കേസിൽ പിതാവും മകനും അറസ്റ്റിൽ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച കേസിലാണ് വുടവൻചാൽ സ്വദേശികളായ അലവിയും മകൻ നിജാസും പിടിയിലായത്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ വാക്കുതർക്കത്തിനിടെ കത്തിക്കുത്ത്. ഒരാൾക്ക് പരിക്കേറ്റു. ചാപ്പാറ സ്വദേശി വേണുവിനാണ് കുത്തേറ്റത്. വേണുവും നാട്ടുകാരനായ സതീശനും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൈക്ക് പരിക്കേറ്റ വേണുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ PC തിയേറ്ററിന് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണു. വൈദ്യുതി ലൈനുകൾക്ക് കേടുപാട് സംഭവിച്ചു. മുക്കം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. കോട്ടപ്പുറം രൂപതയിലെ വൈദികനായിരുന്ന ഫാദർ ജോർജ് പാടശ്ശേരി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ വടക്കേക്കാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 5 ടർക്കി കോഴികളടക്കം 30-ലധികം കോഴികൾ ചത്തു. പടിഞ്ഞാറെ കല്ലൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ വളർത്തുകോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. കേരള പോലീസ് അസോസിയേഷൻ 38ാം തൃശൂർ റൂറൽ ജില്ലാ സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPS മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ പോലീസുകാർ നേരിടുന്ന അമിതമായ ജോലിഭാരത്തെ സംബന്ധിച്ച ചർച്ചകൾ നടന്നു. തൃശൂർ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കൗൺസിൽ യോഗം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിൻസെന്റ് മാളിയേക്കൽ, പത്മിനി ഇയച്ചേരി, ഫാദർ വെട്ടിയാനിക്കൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ മണലൂർ വടക്കേമുറി ADSന്റെയും ആര്യ ഐക്കറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ സെന്റ് തെരേസ് കോൺവെന്റിൽ നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. കോഴിക്കോട് മുക്കം വാഹനാപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. മരിച്ചത് മലപ്പുറം അരീക്കോട് സ്വദേശി ആലുക്കൽ താജുദ്ദീൻ. അപകടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മുക്കം ഭാഗത്തുനിന്ന് വന്ന കാറിടിച്ച്. തൃശൂർ ചാവക്കാട് എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ഒരുമനയൂർ സ്വദേശി വിഷ്ണു. വിട്ടുമാറാത്ത പനി മൂലം വിഷ്ണുവിനെ ഒരാഴ്ച മുന്നേ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തൃശൂർ അരിമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവാർഡ് ഡേ ആഘോഷിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ KPCC വിചാർ വിഭാഗ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോരംകുളം ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ ചടങ്ങുകളോടെ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ കടവന്തൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും അളവ് തൂക്ക മെഷീനും കണ്ടെത്തി. പരിശോധന നടന്നത് പ്രതി മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ. 315 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പ്രതി ഒളിവിൽ. തൃശൂർ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് മന്ദലാംകുന്ന് സ്വദേശി മുഹമ്മദ് സിനാൻ. അപകടം സിനാനും സുഹൃത്തും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് ഇടിച്ച്. തൃശൂർ മുല്ലശ്ശേരിയിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അറബിക് ടാലന്റ് എക്സാമിനേഷൻ നടത്തി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 4 കാറ്റഗറികളിലായി മത്സര പരീക്ഷ. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം ചാത്തനാകുളം പീപ്പിൾസ് ലൈബ്രറിയുടെയും ഹൗസ് ഓഫ് മാത്സ് ട്യൂഷൻ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ സമാപനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മധു ഉദ്ഘാടനം ചെയ്തു.